ദേവാലയത്തിൽ നിന്നും 10 കിലോമീറ്റർ തെക്കുമാറി വേമ്പനാട് കായലിനരികിൽ തണ്ണീർമുക്കം വെച്ചൂർ ബണ്ടിനും കുമരകത്തിനും സമീപത്തായി സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ മരിയൻ തീർത്ഥാടന കേന്ദ്രമാണ് വെച്ചൂർ പള്ളി. സെന്റ് മേരീസ് ചർച്ച് എന്നാണ് ഈ പള്ളി അറിയപ്പെടുന്നത്. ഇവിടുത്തെ മാതാവിനെ വെച്ചൂർ മുത്തി എന്നാണ് ജനങ്ങൾ വിളിക്കുന്നത്. AD 1463 വെച്ചൂർ പള്ളി സ്ഥാപിതമായതെന്ന് കരുതപ്പെടുന്നു. 1864 വാഴ്ത്തപ്പെട്ട ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനാണ് ഇന്ന് കാണുന്ന പള്ളിക്ക് തറക്കല്ലിട്ടത്. പള്ളി സ്ഥാപിതമായ നാൾ മുതൽ ജൂലൈ 16 കർമ്മല മാതാവിന്റെ തിരുനാൾ പ്രധാന തിരുനാളായി ആഘോഷിച്ചു വന്നിരുന്നത്. എന്നാൽ 1822 മുതൽ മാതാവിന്റെ പിറവി തിരുനാളായ സെപ്റ്റംബർ 8 പ്രധാന തിരുനാളായി ആഘോഷിക്കുവാൻ തുടങ്ങി. പ്രധാന അൾത്താരയിൽ സ്ഥാപിച്ചിരിക്കുന്നത് പരിശുദ്ധ കന്യാമറിയത്തിന്റെ ചിത്രമാണ്. ഈ ചിത്രത്തിന് പിന്നിൽ ഒരു അത്ഭുത ചരിത്രമുണ്ട്. അന്നത്തെ ഭരണാധികാരിയായിരുന്ന ആർച്ച് ഡീക്കൻ കന്യാമറിയത്തിന്റെ 7 ചിത്രങ്ങൾക്കായി പോർച്ചുഗീസുകാർക്ക് ഓർഡർ കൊടുത്തിരുന്നു. പോർച്ചുഗലിൽ നിന്നും കപ്പൽ പുറപ്പെടാറായപ്പോൾ 6 ചിത്രങ്ങൾ മാത്രമേ പൂർത്തിയാക്കിയിരുന്നുള്ളൂ. എങ്കിലും പശ്ചാത്തലം മാത്രം വരച്ച 7ാമത്തെ ചിത്രവും ആ ചിത്രങ്ങൾക്കൊപ്പം കൊടുത്തുവിട്ടു. ഇവിടെ കൊണ്ടുവന്ന് ചിത്രം പള്ളികളിൽ വിതരണം ചെയ്യാൻ നോക്കിയപ്പോൾ 7 ചിത്രങ്ങളും പൂർത്തീകരിച്ചതായി കണ്ടു. അങ്ങനെ അത്ഭുതകരമായി പൂർത്തീകരിക്കപ്പെട്ട ചിത്രമാണ് വെച്ചൂർ പള്ളിയിലേത് എന്ന് വിശ്വസിച്ചു പോരുന്നു. 18ാം നൂറ്റാണ്ടിന്റെ അവസാനം ടിപ്പു സുൽത്താന്റെ പടയോട്ടത്തിന്റെ ഭീഷണി ഉണ്ടായപ്പോൾ വെച്ചൂർ മുത്തിയുടെ അത്ഭുത ചിത്രം സൂക്ഷിക്കാനായി ഇടക്കൊച്ചി പള്ളിയിലേക്ക് മാറ്റി. പടയോട്ട ഭീഷണി അവസാനിച്ചപ്പോൾ വെച്ചൂർക്കാർ ചിത്രം തിരികെ ചോദിച്ചു. പക്ഷേ ഇടക്കൊച്ചി പള്ളിക്കാർ ചിത്രം തിരികെ കൊടുക്കാൻ വിസമ്മതിച്ചു. മധ്യസ്ഥ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടപ്പോൾ വെച്ചൂർ ഇടവകക്കാർ അവിചാരിതമായി ഇടക്കൊച്ചി പള്ളിയിലെത്തി പള്ളി തുറന്ന് ചിത്രം ബലമായി എടുത്തുകൊണ്ടുപോന്നു. അരയ സമുദായക്കാരുടെ സഹായത്തോടെയാണ് ഇടവകക്കാർ ഈ സാഹസം നടത്തിയത്. മാതാവിന്റെ ചിത്രത്തിന്റെ പ്രത്യേകതയും അത്ഭുത സിദ്ധിയും അറിഞ്ഞ ഇടക്കൊച്ചിക്കാർ വെച്ചൂർ പള്ളിയിലെത്തി മാതാവിന്റെ ചിത്രം മോഷ്ടിച്ചു കൊണ്ടുപോകുവാൻ ശ്രമം നടത്തി. മോഷണ ശ്രമം നടന്ന ഉടൻ തന്നെ പള്ളിമണികൾ അത്ഭുതകരമായി മുഴങ്ങി. ഇത് കേട്ട് നാട്ടുകാർ ഓടിക്കൂടി. മോഷ്ടാക്കളുമായി ഏറ്റുമുട്ടി നാട്ടുകാർ ആ ചിത്രം തിരികെ വാങ്ങി പഴയ സ്ഥാനത്ത് തന്നെ പ്രതിഷ്ഠിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. കോഴിക്കോട്ടെയാണ് ഇവിടുത്തെ പ്രധാന നേർച്ചവസ്തു. ഈ പള്ളിയിൽ മാതാവിനെ അടിമ വയ്ക്കുവാനും കൂട് തുറന്ന് കുർബാന അർപ്പിക്കുവാനും കോഴിക്കോട്ടെ നേർച്ച നടത്തുവാനും തിരുനാൾ ദിനങ്ങളിൽ എന്ന പോലെ മറ്റ് ദിവസങ്ങളിലും സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സെപ്റ്റംബർ 1 മുതൽ 15 വരെയാണ് കുടവെച്ചൂർ മുത്തിയുടെ തിരുനാൾ ആഘോഷിക്കുന്നത്. ഈ ദേവാലയത്തിലെ മാതാവിന്റെ അത്ഭുത ചിത്രം, വിദേശ നിർമ്മിതങ്ങളായ പള്ളിമണികൾ, കൽക്കുരിശ്, വ്യത്യസ്തങ്ങളായ ആചാര അനുഷ്ഠാനങ്ങൾ എന്നിവയെല്ലാം ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന കാഴ്ചയാണ്. ചരിത്ര സ്മരണകൾ ഉറങ്ങുന്ന കുടവെച്ചൂർ പള്ളിയുടെ മുൻഭാഗത്ത് ലോകപ്രസിദ്ധമായ തണ്ണീർ തടങ്ങളിൽ ഒന്നായ വേമ്പനാട്ട് കായലാണ്. പ്രകൃതിദത്തമായ കായലിന്റെ പ്രത്യേകത കണ്ട് ജൈവ വൈവിധ്യമുള്ള ഈ പ്രദേശം ടൂറിസ്റ്റുകൾക്കിടയിൽ സവിശേഷ ശ്രദ്ധ പിടിച്ചുപറ്റുന്നുണ്ട്. തുടർന്ന് ഇനിയും ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ചാനൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി അറിയിക്കുക.